സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായി മാറിയിരിക്കുകയാണ് ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം. സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട താരജോഡിയായി മാറിയിരിക്കുകയാണ് ദിയയും അശ്വിനും. വിവാഹത്തിന് പിന്നാലെ ഡൽഹിയിൽ വെച്ച് നടന്ന റിസപ്ഷന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ദിയ. അച്ഛന്റെ ഡൽഹിയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഡിന്നർ പാർട്ടിയായിരുന്നു അത്. ദിയയെയും അശ്വിനെയും സ്വീകരിക്കാൻ സിന്ധുവും കൃഷ്ണകുമാറും ഡൽഹിയിൽ എത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പാർട്ടിയിൽ വെച്ച് ദിയയും അശ്വിനും കാണുന്നുണ്ട്. ദിയ പങ്കുവച്ച വ്ലോഗ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. അതേസമയം വീഡിയോക്ക് താഴെ എത്തുന്ന കമന്റുകൾ പറയുന്നത് ദിയ അശ്വിനെ ബഹുമാനിക്കുന്നില്ല എന്നാണ്. പങ്കാളി എന്ന വില നൽകാതെ അശ്വിനോട് ദിയ പരുഷമായി പെരുമാറുന്നുവെന്നാണ് ആരോപണം. നേരത്തെയും അശ്വിനോട് ദിയ ബോസിയാണെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. ദിയ, ദയവ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറയുന്നത് നിർത്തണം. അവൻ നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അതിനാൽ വാക്കുകൾ ചിട്ടപ്പെടുത്തുന്ന രീതി മാറ്റുക. ഞാൻ അവന് വാങ്ങിക്കൊടുത്ത പാൻസ് എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ വാങ്ങിയത് എന്ന് വേണം പറയാൻ. ഈ പെൺകുട്ടി വല്ലാതെ ഓവർ പവറിംഗ് ആണ്. ആ പയ്യനെ നിയന്ത്രിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവനെ മാറ്റിയെടുക്കുകയാണ്. ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അവന് അവൻ്റെതായൊരു വ്യക്തിത്വം ഉണ്ടാകണം. എനിക്കവളെ ഇഷ്ടമല്ല. എപ്പോഴും ഞാൻ കാശുകാരിയാണെന്ന ഭാവം അവനെ കൊച്ചാക്കും. അവന് ജീവിതം കൊടുത്തത് ഇവളാണെന്ന തരത്തിലാണ് സംസാരം എന്നാണ് ചില കമന്റുകൾ. ആദ്യത്തെ കാമുകൻ ദിയയെ ട്രീറ്റ് ചെയ്തതുപോലെയാണ് അശ്വിനെ ദിയ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. സുഖമുള്ളൊരു അടിമ ജീവിതം അല്ലേ? ആദ്യത്തെയാൾ ഓടി രക്ഷപ്പെട്ടു. പങ്കാളിയെ ബഹുമാനിക്കാൻ പഠിക്കൂ. പയ്യൻ കുടുങ്ങിയതായി തോന്നുന്നു. പല്ല് തേക്കുന്നത് പോലെ ലളിതമായ എന്തെങ്കിലും ചെയ്യുമ്പോഴും അവൾ അവനെ സമാധാനപരമായി ചെയ്യാൻ പോലും അനുവദിക്കാതെ അപമാനിക്കുകയാണ്. അത് ആ ഒരു സീനിൽ നിന്ന് വ്യക്തമാണ്. അവളുടെ പ്രവൃത്തികളിൽ അനാദരവിന്റെ സ്ഥിരമായ അടിയൊഴുക്കുണ്ട് എന്ന് ചിലർ പറയുന്നു. ദിയ, അശ്വിൻ നല്ലൊരു പയ്യനാണ്. മിക്കവാറും പേർക്കും അതുപോലൊരു പയ്യനെ കിട്ടില്ല. അവനെ നന്നായി ട്രീറ്റ് ചെയ്യൂ. ദിയ ബോസിയായി മാറുകയാണ്. അശ്വിൻ സ്വന്തമായിട്ട് തന്നെ അത് തിരിച്ചറിയണം. വ്യക്തിത്വമില്ലാതെയാവരുത്. പാവം അശ്വിനോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പല്ലി തേച്ചിട്ട് വീഡിയോ എടുത്ത പോരെ വാശി എന്തിനാ? അശ്വിന്റെ ആ നിൽപ്പ് കാണുമ്പോൾ സങ്കടമായി. തന്നെക്കാളും പണക്കുറവുണ്ടെങ്കിലും തന്റെ ഭർത്താവല്ലേ, കുറച്ചെങ്കിലും ബഹുമാനം കൊടുക്കുക എന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്.